നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റ് വ്യക്തികർഷക തൊഴിലാളി പഠനത്തിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, കാര്യങ്ങളെക്കുറിച്ച് കാര്യകാരണ സഹിതം ഇവിടെ വളരെ വിശദമായി തന്നെ നിരവധി നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന ഈ ധർണ ഈ സർക്കാർ കാണിക്കുന്ന കർഷക തൊഴിലാളികളോടുള്ള ക്രൂരമായിട്ടുള്ള അവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധവും ചെറുത്തു നിൽക്കും. കേരളത്തിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് DKTF ഇരു സർക്കാരുകളുടെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ കർഷക തൊഴിലാളി ക്ഷേമനിധിയെക്കുറിച്ച് വളരെ വിശദമായി ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ ക്ഷേമനിധികളും തകരും. കർഷക തൊഴിലാളി ക്ഷേമനിധി കഴിഞ്ഞ 2015 മുതൽ റിട്ടയർ ചെയ്യുന്ന ആളുകൾ അവരുടെ അംശാദായവും സർക്കാർ കൊടുക്കുന്ന വിഹിതവും ഉൾപ്പെടെ അവർക്ക് ആ തുക മടക്കി കൊടുക്കണം. മധ്യവർഷം ആനുകൂല്യങ്ങൾ, പ്രസവാനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. മാത്രമല്ല, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കാർഷിക മേഖലയിൽ നിന്ന് കർഷകരും കർഷക തൊഴിലാളികളും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. കാരണം ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. വളത്തിന്റെ വില കൂടി, അല്ലെ, കൂലി ചെലവ് വർദ്ധിച്ചു, കൃഷി ലാഭകരമല്ലാതായി, ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്ത അവസ്ഥ വന്നു. നെല്ല് പോലും സംഭരിക്കാതെ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ടായി. നെൽ കർഷകർ പോലും കാർഷിക മേഖലയോടുള്ള പൂർണ്ണമായ അവഗണന. ഇപ്പൊ മലയോരത്തൊക്കെ അറിയാം, നമ്മളിപ്പോ മലയോര സമരയാത്ര UDF നടത്തിയതാണ്. ഞങ്ങൾക്ക് നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് ന്യായമായ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച DKTF സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു വലിയ പ്രക്ഷോഭം തന്നെ കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതിനെല്ലാ പിന്തുണയും എല്ലാ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്.